ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു പാർട്ടിൽ നമ്മൾ ഔട്ട്ലൈൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പം നിങ്ങൾ കറക്റ്റായിട്ട് നോക്കിയിട്ട് ഔട്ട്ലൈൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതായത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് നിങ്ങൾ ഔട്ട്ലൈൻ ചെയ്യുക. എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചോദിക്കാൻ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ വീഡിയോ ഇടാൻ വേണ്ടി കുറച്ചൊക്കെ ഒന്ന് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോയൊക്കെ നമുക്ക് കുറച്ച് തിരക്കായതുകൊണ്ട് ആണ് നമ്മൾ വീഡിയോ ഇടാണ്ട് പോയത്. അപ്പം നമുക്ക് കുറച്ച് ഡ്രോയിങ് വർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവർ പറഞ്ഞ ആ ഒരു ഡേറ്റിൽ നമുക്കത് വരച്ച് കൊടുക്കണമായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഡ്രോയിങ് എന്തായാലും നമുക്ക് ചെയ്ത് കൊടുക്കണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് യൂട്യൂബിൽ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ചിലരൊക്കെ കമൻറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താണ് വീഡിയോ ഇടാത്തത്, അല്ലെങ്കിൽ ഓരോ ഡ്രോയിങ്ങും ചെയ്യാൻ വേണ്ടിയിട്ട് കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് തിരക്കാണ്, അത് കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോ ഇടാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കും ഡ്രോയിങ് വർക്കുകളൊക്കെ വേണമെങ്കിൽ എന്നെ ഇൻസ്റ്റാഗ്രാം വഴി കോൺടാക്റ്റ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പലരും ചോദിക്കാറുണ്ട് ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐ ഡി എന്താണ്, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ലിങ്ക് എവിടെയാണ് കൊടുത്തിരിക്കുന്നത് ചോദിക്കാറുണ്ട്. അപ്പം ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. എൻ്റെ ചാനലിലെ ഹോം പേജിൽ പോയിട്ട് നിങ്ങൾ ഈ ഒരു ആരോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. എൻ്റെ 2 ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും കൊടുത്തിട്ടുണ്ട്. അതുപോലെ എൻ്റെ ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലേക്ക് വരുന്ന സമയത്ത് എൻ്റെ അക്കൗണ്ട് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക. അതുപോലെ ഫേസ്ബുക്ക് പേജ് കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. ഡ്രോയിങ്ങിനെ കുറിച്ചുള്ള എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ടുണ്ടെങ്കിൽ ചോദിക്കുക. അതുപോലെ നിങ്ങൾ വരച്ച ഡ്രോയിങ് ഒക്കെ ഉണ്ടെങ്കിൽ ആ ഡ്രോയിങ് അയച്ചു തന്നിട്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതും കൂടെ ആയിരിക്കും. 2 ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും ഞാൻ നോക്കാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഏതിൽ മെസ്സേജ് അയച്ചാലും ഞാൻ കാണുന്നതായിരിക്കും. കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് വരയ്ക്കുന്ന കാര്യത്തിലേക്ക് വരാം. അപ്പോൾ നമ്മൾ കണ്ണിൻ്റെ ഈ ഒരു ഭാഗം ഇവിടെ കുറച്ച് വരച്ചിട്ടുണ്ട്. നിങ്ങൾ ഔട്ട്ലൈൻ ചെയ്ത് തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് ഏത് പാർട്ടാണ് വരയ്ക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുള്ളത്, ഇപ്പോൾ കണ്ണ്, മൂക്ക്, അങ്ങനെ ഓരോ ഭാഗങ്ങളില്ലേ, അപ്പം അതിലേതാണ് നിങ്ങൾക്ക് വരയ്ക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുള്ളത്, ആ ഒരു ഭാഗം തന്നെ നിങ്ങൾ ആദ്യം വരച്ച് തുടങ്ങുക. കാരണം നമുക്ക് വരയ്ക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുള്ള ആ ഒരു ഭാഗം നമ്മൾ ആദ്യം തന്നെ ഒന്ന് വരച്ച് ഓക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ മുമ്പോട്ട് വരയ്ക്കാൻ വേണ്ടിയുള്ളൊരു ധൈര്യം കിട്ടും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എപ്പോഴും ആ ഒരു കാര്യം നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പം നമുക്ക് ഇന്ന സ്ഥലത്തുനിന്ന് വരച്ച് തുടങ്ങുന്ന നിയമമൊന്നുമില്ല. ഔട്ട്ലൈൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏത് ഭാഗത്തു നിന്നും വരച്ച് തുടങ്ങാൻ ഒരു കുഴപ്പമില്ല. കാരണം നമ്മൾ ഗ്രിഡ് മെത്തേഡ് ഉപയോഗിച്ച് വരയ്ക്കുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു കോളം കറക്റ്റായിട്ട് എണ്ണിയെടുത്ത് വരച്ച് പോയാൽ മാത്രം മതി. നമുക്ക് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല ഔട്ട്ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഔട്ട്ലൈൻ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ലൈൻസ് വരയ്ക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് അളവെടുത്ത് തന്നെ വരയ്ക്കാനായിട്ട് ശ്രമിക്കുക. ചിലർക്ക് എനിക്ക് ഈ പറഞ്ഞ പോലെ ഇൻസ്റ്റാഗ്രാമിൽ ഓരോ ഔട്ട്ലൈനിന് അയച്ച് തരുന്ന സമയത്ത് ഞാൻ നോക്കാറുണ്ട്, ആ ഒരു ഗ്രിഡ് ലൈൻസ് വരച്ചേക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാറുണ്ട്. അപ്പോൾ ചിലരൊക്കെ ചെരിഞ്ഞ് പോയിട്ടൊക്കെയുള്ള ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ വരയ്ക്കുമ്പം ആ ഒരു ലൈൻസൊക്കെ ചെരിഞ്ഞ് പോകാണ്ട് വരയ്ക്കുക. കാരണം നമ്മൾ ഔട്ട്ലൈൻ ചെയ്യുമ്പം ആ ലൈൻസൊക്കെ മാറിപ്പോയി കഴിഞ്ഞാൽ, അത് വരച്ചേക്കുന്നതൊക്കെ ചെരിഞ്ഞ് പോയി കഴിഞ്ഞാൽ നമ്മൾ ഔട്ട്ലൈൻ ചെയ്യുന്ന ഒരിക്കലും നമുക്ക് ശരിയായിട്ട് കിട്ടാനായിട്ട് സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും ശ്രദ്ധിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ നല്ല രീതിയിൽ ആ ഒരു ലൈൻസ് നിങ്ങൾ അളവെടുത്ത് കറക്റ്റായിട്ട് തന്നെ വരയ്ക്കുക എന്നുള്ളതാണ്. ചിലരൊന്നും അളവെടുക്കാണ്ട് ജസ്റ്റ് വരച്ച് പോകുന്ന ആൾക്കാരും ഉണ്ട്. അപ്പം അങ്ങനെ വരച്ചാൽ ഒരിക്കലും നമുക്ക് നല്ല രീതിക്ക് ഈ പറഞ്ഞ ഔട്ട്ലൈന് കിട്ടത്തില്ല. അതുകൊണ്ട് നിങ്ങൾ നല്ല രീതിയിൽ ആദ്യം ലൈൻസ് വരയ്ക്കാൻ വേണ്ടി പഠിക്കുക. അതിനുശേഷം നിങ്ങൾ ഔട്ട്ലൈൻ ചെയ്യുക. ഈ ഒരു ഗ്രിഡ് ലൈൻസ് എങ്ങനെയാണ് വരയ്ക്കുക എന്നുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ആ വീഡിയോ നോക്കിയാൽ മതി. അതിൻ്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം. ഈ ഒരു മാസം കുറേ ഡ്രോയിങ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇരുന്നായിരുന്നു. അപ്പോൾ എനിക്കിടയ്ക്ക് ഈ വർക്ക് വന്നതുകൊണ്ടാണ് അത് നമുക്ക് ലേറ്റ് ആയത്, അല്ലെങ്കിൽ ചെയ്യാൻ വേണ്ടി താമസിച്ച് പോയത്. അപ്പം ഈ ഒരു ഡ്രോയിങ് കുറച്ച് പേര് കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സൂര്യയുടെ ഡ്രോയിങ്ങും ഒരെണ്ണം ചോദിച്ചിട്ടുണ്ട്. അതുപോലെ വിജയുടെ ഡ്രോയിങ് വീണ്ടും ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഓരോരുത്തർ ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോ ദിവസം ചെയ്ത് പോകാമെന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. കാരണം നമുക്ക് ഡ്രോയിങ് ഇനിയും വർക്ക് പെൻഡിങ് കിടപ്പുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. എങ്ങനെയാണെങ്കിൽ ഞാൻ ഇടയ്ക്ക് വീഡിയോ ഇടുന്നതായിരിക്കും, യൂട്യൂബിൽ വീഡിയോ ഇടാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ വരയ്ക്കാൻ വേണ്ടി എടുത്തിരിക്കുന്ന പേപ്പർ ഐവറി പേപ്പറാണ്. 250 GSM വരുന്ന A4 പേപ്പറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഔട്ട്ലൈൻ ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്ന പെൻസിൽ ആർട്ട്ലൈൻ്റെ HB പെൻസിൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഔട്ട്ലൈൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിലുള്ള ലൈറ്റായിട്ടുള്ള പെൻസിൽ ഉപയോഗിച്ച് തന്നെ നിങ്ങൾ ഔട്ട്ലൈൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം ഔട്ട്ലൈൻ ചെയ്യുമ്പം തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ലൈറ്റായിട്ടുള്ള പെൻസിൽ ഉപയോഗിച്ചാണ് വരയ്ക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ നിങ്ങൾ ലൈൻസ് വരയ്ക്കുകയാണെങ്കിലും തീരെ ലൈറ്റായിട്ട് തന്നെ വരയ്ക്കുക. ഇപ്പോൾ ഞാനിവിടെ കുറച്ച് തെളിച്ച് വരച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ നിങ്ങൾ വരയ്ക്കുമ്പോൾ അത്ര തെളിച്ച് വരച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ലൈൻസ് മായ്ക്കാനുള്ളതല്ലേ. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം ഒന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ ഒരുപാട് പേര് ലൂമീസ് മെത്തേഡ്, അതുപോലെ ഫ്രീ ഹാൻഡ് ഡ്രോയിങ് ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ. നമുക്ക് ഉറപ്പായിട്ടും ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ എനിക്ക് എളുപ്പത്തിന് വേണ്ടി ഞാൻ പെട്ടെന്ന് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടും കൂടെയാണ് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് വരച്ച് പോകുന്നത്. നമുക്ക് ഫ്രീ ഹാൻഡ് ഡ്രോയിങ് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. നിങ്ങൾക്ക് അതുപോലെ ജസ്റ്റ് കണ്ട് നോക്കിയിട്ട് അതുപോലെ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഇനിയാണെങ്കിലും ചെയ്യാം, ഒരു കുഴപ്പമില്ല. അതുപോലെ കളർ പെൻസിൽ ഡ്രോയിങ് ഒരുപാട് പേര് കമൻറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഒരുപാട് സമയം എടുക്കുന്നുണ്ടാണ്. എനിക്കിപ്പോൾ ഈ വർക്ക് വരുന്നതുകൊണ്ട് ഇങ്ങനെ സമയം ഒരുപാട് പോകുന്നുണ്ട്. നമുക്ക് ഒരുപാട് സമയം ചെയ്യേണ്ട ഒരു കേസ് ആയതുകൊണ്ടാണ് കളർ പെൻസിൽ ഡ്രോയിങ് ഞാൻ കുറച്ചൊന്ന് മാറ്റി വെച്ചേക്കുന്നത്. അതുപോലെ ഫ്രീ ഹാൻഡ് ഡ്രോയിങ് ഒക്കെ ഒന്ന് മാറ്റി വെച്ചേക്കുന്നത്. അപ്പോൾ തീർച്ചയായും നമുക്ക് ചെയ്യാം. അപ്പോൾ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കണ്ടിട്ട് ഔട്ട്ലൈൻ ചെയ്യുക. വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കില്ല. അതുപോലെ നിങ്ങളുടെ
ഫ്രണ്ട്സിന് വേണ്ടി ഡ്രോയിങ് പഠിക്കാൻ താല്പര്യമുള്ള ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഡ്രോയിങ് പഠിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്ന് മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക.